395 ഒന്ന് വായിച്ചേ. 395 reference to High Court. കുറച്ചുകൂടെ ശബ്ദം വേണം. Where any court is satisfied that a case pending before it involves a question as to the validity of any act, ordinance, or regulation, or of any provision contained in an act, ordinance, or regulation, the determination of which is necessary for the disposal of the case, and is of opinion that such act, ordinance, regulation, or provision is invalid or inoperative, but has not been so declared by the High Court, to which that court is subordinated, or by the Supreme Court, the court shall state a case setting out its opinion and the reasons therefore, and refer the same for the decision of the High Court. Explanation: in this section, regulation means a regulation as defined in the General Clauses Act 1897, 10 of 1897, or in the General Clauses Act of the state. യെസ്, തൽക്കാലം ആദ്യത്തെ പാരഗ്രാഫ് കേൾക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നേ? റെഫറൻസ് ടു ദ ഹൈക്കോർട്ട്. 1. Where any court is satisfied that a case pending before it involves a question as to the validity of any act, ordinance, regulation, or of any provision contained in the act, ordinance, regulation, the determination of which is necessary for disposal of a case, and his opinion that such act, ordinance, regulation, or the provision is invalid or inoperative, but has to be declared by the High Court, to which that court is subordinate the Supreme Court. The court shall state a case setting out the opinion and the reason thereof, and refer the same for decision of the High Court. അതിനെയാണ് റെഫറൻസ് ടു ദ ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ഓർഡിനൻസും റെഗുലേഷനിലും ഒക്കെ വരുന്ന വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യുന്ന കേസിൽ ഒരു ഹൈക്കോടതിയുടെ സബോർഡിനേറ്റ് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ കോടതിയിലെ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് നോക്കുകയും അത് ഏതെങ്കിലും ഓർഡിനൻസിൻ്റെയോ റെഗുലേഷൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിലെ ഒരു പ്രൊവിഷനും ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഓർഡിനൻസും റെഗുലേഷനും ത്തിലും പെടുന്ന ക്വസ്റ്റ്യൻ ആ കേസിൻ്റെ ഡിസ്പോസലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാൻ ആ കോടതിക്ക് അധികാരമില്ലാത്ത സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ ഹൈക്കോടതിയെ ചുമതലപ്പെടുത്തും. അതാണ് റെഫറൻസ് ടു ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. എന്ത് റെഫറൻസാ? ഹൈക്കോടതിയിലേക്ക് ആ കേസ് റെഫർ ചെയ്യും, ആ ക്വസ്റ്റ്യൻ മാത്രം പരിഗണിക്കാൻ. മനസ്സിലായോ? ബഹുഭൂരിപക്ഷവും കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സും ഏതെങ്കിലും നിയമത്തിലെ സാധനം റദ്ദ് ചെയ്യുകയോ നിലനിൽക്കുന്നുണ്ടെന്നോ ഒക്കെ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട മാറ്ററാണ് ഹൈക്കോടതിയിൽ റെഫറൻസിന് വരിക. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തെ ഭാഗം വായിച്ചേ. To the court of session or a metropolitan magistrate may, if it or he thinks fit,
in any case pending before it or him to which the provisions of subsection 1 do not apply refer for the decision of the High Court any question of law arising in the hearing of such a case. നോക്കൂ, എക്സ്പ്ലനേഷൻ ഇല്ലേ അതില്. In this Regulation section, regulation means any regulation as defined in the General Clause Act 1897 or on General Clause Act of the state. 1897 ജനറൽ ക്ലോസ് ആക്ടിൽ വരുന്നതിനെയാണ് ഇവിടെ റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. A court of session or a metropolitan magistrate may, ഒരു സെഷൻ കോടതിക്കോ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ വേണമെങ്കിൽ, if it or he think fit in any case pending before it or him to which the provision of subsection 1 do not apply, refer the decision to the High Court any question of law arising here in such case. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു റെഗുലേഷനോ റൂളോ ആക്റ്റോ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് ഹൈക്കോടതി തീരുമാനമെടുക്കണം. ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ഓഫ് ലോയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റിനെ കുറിച്ചോ ഒരു ഹൈക്കോടതി തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞാൽ ആ മാറ്ററും ആ ക്വസ്റ്റ്യനും എവിടെയെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ്, ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ബഹുഭൂരിപക്ഷവും ഇലക്ഷനായി വരുന്ന ഡിസ്പ്യൂട്ടുകളെല്ലാം ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലായോ? യെസ്. 3 വായിച്ചേ. Any court making a reference to the High Court or under section 1 or subsection 2 may pending the decision of the High Court thereon either commit the accused to jail or release him on bail to appear when called upon. നോക്കൂ, any court making of a revision reference to the High Court, ഹൈക്കോടതിയിലേക്ക് ഒരു കേസിന് സബ്സെക്ഷൻ 1 പ്രകാരം ഒരു റെഫറൻസ് അയക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? അല്ലെങ്കിൽ സബ്സെക്ഷൻ 2 പ്രകാരം ഒരു റെഫറൻസ് അയക്കുന്നുവെങ്കിൽ മേ പെൻഡിങ് ദ ഡിസിഷൻ ഓഫ് ദ ഹൈക്കോർട്ട് thereon either commit the accused to jail or release him to bail to appear when called upon. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി റെഫറൻസ് സ്വീകരിക്കുന്നുവെങ്കിൽ, സബ്സെക്ഷൻ 1 പ്രകാരമോ 2 പ്രകാരമോ ഒരു റെഫറൻസ് സ്വീകരിക്കുന്നുവെങ്കിൽ അതിലെ അക്യൂസ്ഡ് പേഴ്സണെ ഒന്നുകിൽ ജയിലിലേക്ക് വിടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജാമ്യത്തിൽ വിടണം. ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു വരണം എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ജാമ്യത്തിൽ വിടണം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഓക്കെ. യെസ്. അടുത്ത വായിച്ചേ. 396. Disposal of case according to decision of High Court. When a question has been so referred, the High Court shall pass such order thereon as it thinks fit, and shall cause a copy of such order to be sent to the court by which the reference was made, which shall dispose of the case conformably to the said order. 2. The High Court may direct by who the cost of such a reference shall be paid. യെസ്. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ?
when a question has been so referred, ലോവർ കോടതിയിലെ മുമ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, റെഫർ ചെയ്തിട്ടെങ്കിൽ, ദ ഹൈക്കോർട്ട് ഷാൽ പാസ് സച്ച് ആൻ ഓർഡർ, ഹൈക്കോടതി അതിനകത്തൊരു ഓർഡർ പാസ്സാക്കണം. their own as think fit, and shall cause a copy of such order to be sent to the court by which reference was made. ഏത് കോടതിയാണോ റെഫറൻസിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചത് അതിൽ എന്ത് ചെയ്യണം, ഒരു കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണം. and shall cause a copy of such order to be sent to the court by which the reference has been made, which shall dispose the conformity of such said order. ആ ഹൈക്കോടതി പറയുന്ന ഓർഡർ അനുസരിച്ച് വേണം ആ ക്വസ്റ്റ്യൻ തീരുമാനിക്കപ്പെടേണ്ടത്. മനസ്സിലായോ? ഹലോ, ഒന്ന് നോക്കിയേ, മനസ്സിലായോ? Okay, okay. Okay. The High Court may direct by whom the cost of such reference shall be paid. ഹൈക്കോടതി പറയണം ഇതിൻ്റെ പൈസ ആരടക്കണമെന്ന്. കക്ഷി അടക്കണോ, സർക്കാർ ഖജനാവിൽ നിന്ന് അടക്കണമോ എന്ന് ആര് പറയണം? ഹൈക്കോടതി പറയണം. ഓക്കെ. അടുത്തത് 397. 397, calling for reports to exercise power of revision. Yes. The High Court or any sessions judge may call for and examine the record of any proceeding before any inferior criminal court situated within its or its local jurisdiction for the purpose of satisfying itself or himself as to the correctness, legality, or propriety of any finding, sentence, or order recorded or passed, and as to the regularity of any proceedings of such inferior court, and may, when calling for such record, direct that the execution of such sentence or sentence be suspended, and if the accused is in confinement, that he be released on bail or on his own bond, pending the execution of the record. Explanation: all magistrates, whether executive, judicial, and whether exercising original or appellate jurisdiction, shall be deemed to be inferior to the sessions judge or the purpose of this subsection and of section 398. Yes, നോക്കൂ. Calling for records to be exercise power of revision. ഇപ്പോൾ റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ നടപ്പാക്കുന്നതിന് വേണ്ടി റെക്കോർഡ് കോൾ ഫോർ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നു, the High Court or any session judge may call for the examination of the record of any proceeding before any inferior court, criminal court situated within his local jurisdiction for the purpose of satisfying itself or himself. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ റെഫറൻസിലേക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതുമായി ബന്ധപ്പെട്ട the High Court or any session judge may call for the examination and record of any proceedings before any inferior criminal court situated within its or his local jurisdiction for the purpose of satisfying itself or himself to the correctness and legality of the propriety of any findings.
ഓക്കെ, നമ്മളെന്താ പറഞ്ഞേ? ദ ഹൈക്കോർട്ട് ഓർ എനി സെഷൻ ജഡ്ജ് മേ കോൾ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് ദ റെക്കോർഡ്. ഹൈക്കോടതി ഓർ എനി സെഷൻ ജഡ്ജ് മേ കോൾ. അപ്പോൾ ആർക്കൊക്കെ റിവിഷൻ അധികാരമുണ്ട്? ഹൈക്കോടതിക്കും റിവിഷൻ അധികാരമുണ്ട്, ഡിസ്ട്രിക്ട് കോടതിക്കും റിവിഷൻ അധികാരമുണ്ട്. The High Court or any session judge may call for the examination of the record of any proceedings before any inferior criminal court situated within its or his local jurisdiction for the purpose of satisfying itself or himself. എന്തിനു വേണ്ടിയാ? ആ കോടതിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നതിന് വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടി റെക്കോർഡ് കോൾ ഫോർ ചെയ്യാം. അല്ലെങ്കിൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി റെക്കോർഡ് കോൾ ഫോർ ചെയ്യാം. ലീഗാലിറ്റി ഓർ പ്രൊപ്രൈറ്റിറ്റി ഓഫ് എനി ഫൈൻഡിങ്. ഏതിൻ്റെയാ? ആ കോടതിയിൽ നടന്ന ക്വസ്റ്റ്യൻ്റെ ലീഗാലിറ്റി നോക്കുന്നതിനോ അതിൻ്റെ ഫൈൻഡിങ് നടത്തുന്നതിനോ വേണ്ടി എന്ത് ചെയ്യാം? ഡോക്യുമെൻ്റ് കോൾ ഫോർ ചെയ്യാം. സെൻറ്റൻസ് ഓർ ഓർഡർ, സെൻറ്റൻസ് അല്ലെങ്കിൽ ഓർഡർ കോൾ ഫോർ ചെയ്യാം. റെക്കോർഡ് ഓർ പാസ്റ്റ്, റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ പാസ്സാക്കിയ ഓർഡർ കോൾ ഫോർ ചെയ്യാം. ആൻഡ് ആസ് ദ റെഗുലാരിറ്റി ഓഫ് എനി പ്രൊസീഡിങ്സ്, അതിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ റെഗുലാരിറ്റി പരിശോധിക്കാം. ഓ സച്ച് ഇൻഫീരിയർ കോർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോടതിക്ക് താഴെയുള്ള കോടതിയുടെ റെഗുലാരിറ്റി പരിശോധിക്കാം, ഓർഡർ പരിശോധിക്കാം, സെൻറ്റൻസ് പരിശോധിക്കാം. ഓക്കെ. ആൻഡ് മേ വെൻ കോളിംഗ്, എപ്പോഴാണോ വിളിക്കുന്നത്, ഫോർ സച്ച് റെക്കോർഡ്. ഏതിനു വേണ്ടി? റെക്കോർഡിന് വേണ്ടി എപ്പോഴാണോ വിളിക്കുന്നത് അവിടെ ഡയറക്റ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എനി സെൻറ്റൻസ്, ഡയറക്റ്റ് ദാറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എനി സെൻറ്റൻസ് ഓർ ഓർഡർ സസ്പെൻഡ്. അങ്ങനെയുള്ള എക്സിക്യൂഷനോ ഓർഡറോ സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കാനും ജില്ലാ കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ആൻഡ് ഇഫ് ദി അക്യൂസ്ഡ് ഈസ് ഇൻ കൺഫേംമെൻറ്റ് ദാറ്റ് ഹി ബി റിലീസ്ഡ് ഓൺ ബെയിൽ ആൻഡ് ദ അക്യൂസ്ഡ് ഈസ് കൺഫൈൻമെൻറ്റ് if he released on bail or his own bond pending the examination of record. റെക്കോർഡ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അയാളുടെ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലോ ആരെ വിടാം? അയാളെ വിടാം. ഓൺ ബെയിൽ, ഓൺ ഓർ ഹിസ് ബോണ്ട് എന്നല്ലേ? സെൽഫ് ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലും അയാളെ വിടാം. Okay. Explanation. All magistrate when executive or judicial and whether exercising original or appellate jurisdiction shall be deemed to be inferior to the session judge or the purpose of the subsection and or section 398. അവിടെ പറഞ്ഞേ all magistrate, executive or judicial, executive magistrate judicial magistrate and whether the exercising original or appellate jurisdiction shall be deemed to inferior to the session judge. സെഷൻ ജഡ്ജിനെ സംബന്ധിച്ച് ജില്ലാ കളക്ട്രേറ്റ് വരെയുള്ള എല്ലാവരും ഇൻഫീരിയർ കോടതിയാണ്. മനസ്സിലായോ? ഫോർ ദ പർപ്പസ് ഓഫ് സബ്സെക്ഷൻ 398. പിടികിട്ടിയോ? മനസ്സിലായോ? ശരി. 2. The powers of revision conferred by subsection 1 shall not be exercised in relation to any interlocutory order passed in any appeal, inquiry, trial, or other proceeding. Yes. അടുത്തത്
Power of revision conferred subsection 1 shall not be exercised in relation to any interlocutory order passed in any appeal, enquiry, trial or other proceedings. അപ്പോൾ പവേഴ്സ് ഓഫ് റിവിഷൻ കൺഫേർഡ് ബൈ സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 പ്രകാരം എന്തെല്ലാം റിവിഷൻ അധികാരമുണ്ട്? എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞേ? to any interlocutory orders passed in appeal, enquiry, trial or other proceedings. മനസ്സിലായോ? ഏതെങ്കിലും ഇന്റർലോക്യൂട്ടറി ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ? അപ്പീലിൽ, എൻക്വയറിയിൽ, ട്രയലിൽ, ഇതിലൊക്കെ ഇന്റർലോക്യൂട്ടറി ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാം? അതിലൊക്കെ ഇടപെടാൻ ആർക്ക് അധികാരമുണ്ട്? റിവിഷണൽ കോടതിക്ക് അധികാരം. ഓക്കെ, അടുത്ത വായിച്ചേ. 3. If an application under this section has been made by any person, either to the High Court or to the Sessions Judge, no further application by the same person shall be entertained by the other of them. ഓക്കെ, അടുത്തത് അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? If an application under this section has been made by any person either to the High Court or the Session Judge, no further application of the same shall be determined by other of them. ഹൈക്കോടതി റിവിഷൻ കേട്ടാൽ ജില്ലാ കോടതി റിവിഷൻ കേൾക്കത്തില്ല. ജില്ലാ കോടതി റിവിഷൻ കേട്ടാൽ ഹൈക്കോടതിയും കേൾക്കാൻ പാടില്ല. റിവിഷൻ ഒരു തവണയെ അനുവദിക്കുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. യെസ്, അടുത്ത വായിച്ചേ. 398. Power to order inquiry. On examining any record under section 397 or otherwise, the High Court or the Sessions Judge may direct the Chief Judicial Magistrate by himself or by any of the magistrate subordinate to him to make, and the Chief Judicial Magistrate may himself make or direct any subordinate magistrate to make further inquiry into any complaint which has been dismissed under section 203 or subsection 4 of section 204, or into the case of any person accused of an offence who has been discharged, provided that no court shall make an direction under this section for inquiry into the case of any person who has been discharged unless such person has had an opportunity of showing cause why the direction should not be made. നോക്കിക്കോ. ഓൺ എക്സാമിനിങ് എനി റെക്കോർഡ് അണ്ടർ സെക്ഷൻ 397. 397 പ്രകാരം നമ്മൾ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതർവൈസ് മറ്റൊരു തരത്തിലാണുമ്പോൾ, the High Court or the Session Judge may direct the Judicial Magistrate by himself or by any other magistrate subordinate to him to make the Chief Judicial Magistrate may himself make or direct the subordinate magistrate to make further inquiry into the complaint which has been dismissed under section 203 or subsection 4 or section 204, or into the case of any person accused of an offence who has been discharged. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അങ്ങനെ റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ഹൈക്കോടതി കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെഷൻ കോടതി കൈകാര്യം ചെയ്യുമ്പോൾ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് മജിസ്ട്രേറ്റിനോടോ 203 പ്രകാരമോ 203ൻ്റെ 4 പ്രകാരമോ 204 പ്രകാരമോ ആരെയെങ്കിലും എന്ത് ചെയ്താൽ എടുത്തേക്കുന്ന ചാർജ് അതിനെ റിവ്യൂ ചെയ്യണം എന്ന് പറയും.
മനസ്സിലായോ? Charge this who enquiry into the complaint which has been dismissed under section 203. 203 പ്രകാരം ഡിസ്മിസ് ചെയ്ത കംപ്ലൈൻറ്റ് പുനഃപരിശോധിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ 204 പ്രകാരം എന്ത് ചെയ്തേ, ഡിസ്ചാർജ് ചെയ്ത് അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്ത് പുനഃപരിശോധിക്കണമെന്ന് ആര് ഡയറക്റ്റ് ചെയ്യും? ഹൈക്കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ഡയറക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. അടുത്തൊന്ന് വായിച്ചേ. Provided that no court shall make any direction under this section for inquiry into the case of any person who has been discharged unless such a person has had an opportunity of showing cause why such a direction should not be made. Yes. ഇവിടെ എന്താ പറഞ്ഞേ? Provided that no court shall make any direction under this section for inquiry into the case of any person who has been discharged unless such person has had an opportunity for showing cause why such direction should be made. എന്ത് ചെയ്യും? പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും നോ കോർട്ട് ഷാൽ മേക്ക് ഡയറക്ഷൻ അണ്ടർ ദി സെക്ഷൻ, ഈ കോടതിക്ക് പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പാടില്ല, എൻക്വയറിയും കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ എനി പേഴ്സൺ ഹൂ ഹാസ് ബീൻ ഡിസ്ചാർജ്, ഒരാൾ ഡിസ്ചാർജ് ചെയ്താൽ അൺലെസ് സച്ച് പേഴ്സൺ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോയിങ് ദ കോസ് provided that no court shall make any direction under this section or inquiry into the case of any person who has been discharged unless such a person has an opportunity to show in the cause why such a direction should not to be made. അവിടെ എന്തെങ്കിലും മനസ്സിലായോ? നോക്കൂ, നോ കോർട്ട് ഷാൽ മേക്ക് എനി ഡയറക്ഷൻ, കോടതി നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. ഈ സെക്ഷൻ പ്രകാരം, സെക്ഷൻ പ്രകാരം 398 പ്രകാരം കോടതി നിർദ്ദേശം കൊടുക്കരുത്, എൻക്വയറിയും നടത്തരുത്. ഇൻറ്റു എനി കേസ് പേഴ്സൺ ഹാസ് ബീൻ ഡിസ്ചാർജ്, ഒരാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു, 204 പ്രകാരം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. Unless such a person has an opportunity to showing cause why such a direction should not be made. അന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഫർദർ എൻക്വയറി അന്വേഷിക്കുന്നതിന് മുമ്പ് അയാളെ എന്ത് ചെയ്യണം? വിളിച്ചു വരുത്തി അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അടുത്ത കേട്ടോ. ഓക്കെ, 339 Sessions judge has this power of provision. In the case of any proceeding, the record of
which has been called for by himself, the sessions judge may exercise all or any of the powers which may be exercised by the High Court under subsection 1 of section 401. Okay. 399. Session judges power to revision. In the case of any proceedings, the record of such which has been called for by himself, the session judge may exercise all or any of the powers which may be exercised by the High Court under subsection 1 of section 401, where any proceedings by way of revision is commenced before a session judge. Under subsection 1, the provision of subsection 2, 3, 4, 5 of subsection 401 shall, so far as may be, apply to such proceedings, and reference in the said subsection to the High Court shall be construed as reference to the session judge. Where any proceedings by way of revision commenced by the session judge under subsection 1. Subsection 1 പ്രകാരം ഒരു സെഷൻ കോടതി ഒരു റിവിഷൻ തുടങ്ങിയാൽ പ്രൊവിഷൻ 2, 3, 4, 5 എന്ന് പറയുന്ന 401 എല്ലാ സബ്സെക്ഷനുകളും സോ ഫാർ ആസ് മേ ബി അപ്ലൈ ടു സച്ച് പ്രൊസീഡിങ്സ് ആ റിവിഷണൽ പ്രൊസീഡിങ്സിൽ ഉപയോഗിക്കണം. And refers in the said subsection to the High Court shall be construed as a reference to the session judge. അത് എന്തായി മാറും? Should be construed as a reference to the session judge. ആ സെഷൻ ജഡ്ജിന്റെ റെഫറൻസിലേക്ക് മാറും. മനസ്സിലായോ? അത് ഹൈക്കോടതിയാണ് ചെയ്യുന്നതെങ്കിൽ ഹൈക്കോടതി റെഫറൻസിലേക്കും, സെഷൻ ജഡ്ജിയാണ് ചെയ്യുന്നതെങ്കിൽ സെഷൻ ജഡ്ജിയുടെ റെഫറൻസിലേക്ക് മാറും. യെസ്, അടുത്ത വായിക്കൂ. Where any application for revision is made by or on behalf of any person before the session judge, the decision of the session judge thereon in relation to such person shall be final, and no further proceeding by way of revision at the instance of such a person shall be entertained by the High Court or any other court. അവിടെ എന്താ പറഞ്ഞേ? Where any application for revision is made by or on behalf of any person before the session judge. അതായത് സെഷൻ ജഡ്ജിക്ക് മുമ്പിൽ ഒരു റിവിഷൻ ആപ്ലിക്കേഷൻ എത്തിയാൽ the decision on the session judge thereupon in relation to such person shall be final. സെഷൻ ജഡ്ജിയുടെ റിവിഷനിൻ്റെ ഓർഡർ ഫൈനൽ ഓർഡർ ആയിരിക്കും. ആൻഡ് നോ ഫർദർ പ്രൊസീഡിങ്സ് ബൈ വേ ഓഫ് റിവിഷൻ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ ബി എൻ്റർടൈൻഡ് ബൈ ദ ഹൈക്കോർട്ട് ഓർ എനി അതർ കോർട്ട്. അതായത് ജില്ലാ കോടതിയിൽ റിവിഷൻ വന്നാൽ തീർന്നു, റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ അവസാനിച്ചു. പിന്നെ ഹൈക്കോടതിയിലേക്ക് റിവിഷൻ ഇല്ല, വേറൊരു കോടതിയിലേക്കും പോകാൻ പറ്റില്ല. മനസ്സിലായോ? ബഹുഭൂരിപക്ഷവും വക്കീലന്മാർ റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ എൻ്റർടൈൻ ചെയ്യത്തില്ല. അപ്പീൽ മാത്രമേ എൻ്റർടൈൻ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ,
റിവിഷൻ ജൂറിസ്ഡിക്ഷൻ എൻ്റർടൈൻ ചെയ്താൽ പിന്നെ ആ പോയിന്റ് വേറെ ഒന്നും റേസ് ചെയ്യാൻ പറ്റില്ല, എതിരായി പോയാലേ. Okay, okay. ഓക്കെ, അടുത്ത നോക്കിയേ. Okay. 400. ആ Power of additional session judge. An additional session judge shall have and may exercise all the powers of session judge under this chapter in respect of any case which may be transferred to him by or under any general or special order of the session judge. അവിടെ എന്താ പറഞ്ഞേ? An additional session judge shall have and may exercise all the powers of session judge. ഒരു അഡീഷണൽ സെഷൻ ജഡ്ജ് എന്ന് പറഞ്ഞാൽ സെഷൻ ജഡ്ജിയുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്ന ആളാണ്. Under this chapter, in respect of any case which may be transferred to him under any general or special order. അപ്പോൾ റിവിഷൻ ജൂറിസ്ഡിക്ഷൻ പ്രകാരം ഒരു സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു ഫയല് അഡീഷണൽ സെഷൻസ് കോടതിക്ക് ചെന്നാൽ അദ്ദേഹത്തിനും റിവിഷൻ കേൾക്കാം. മനസ്സിലായോ? Okay. ബാലു മനസ്സിലായോ? Okay, okay. Yes. അടുത്തതായിക്കോട്ടെ. 401 വായിച്ചേ. 401 High Court's power of revision. In the case of any proceeding, the order of which has been called for by itself or which otherwise comes to its knowledge, the High Court may, in its discretion, exercise any of the powers conferred on a court of appeal by sections 386, 389, 390 and 391, or on a court of section by section 307, and when the judges composing the court of revision are equally divided in opinion, the case shall be disposed of in the manner provided by section 392. അവിടെ എന്താ പറഞ്ഞേ? When the case of any proceedings, the record of which has been called by itself or which otherwise come to its knowledge. In the case of any proceedings, ഒരു കേസ് നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ the record which has been called for by himself itself or otherwise come to the knowledge of the High Court may, its discretion, exercise any powers conferred by the appeal by section 368, 369, 390, 391 on the court of session by section 307. ഇവിടെ എന്താ പറഞ്ഞേ? 307 പ്രകാരമുള്ള അധികാരം ആർക്ക് ഉപയോഗിക്കാം? ഹൈക്കോടതിക്ക് ഉപയോഗിക്കാം. ഈ സാഹചര്യത്തിൽ എനി പ്രൊസീഡിംഗ് റെക്കോർഡ് വിച്ച് കോൺ ബി കോൾഡ് വിച്ച് ഈസ് അതർവൈസ് കം ടു ദ നോളജ്, ഹൈക്കോടതിയുടെ നോളജിൽ വരികയോ ഹൈക്കോടതി ഒരു റെക്കോർഡ് കോൾ ഫോർ ചെയ്യുകയോ ചെയ്താൽ ഹൈക്കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അപ്പീലിൽ 386, 398, 390, 391 പ്രകാരമുള്ള അപ്പീൽ നിലനിൽക്കുകയാണെങ്കിൽ 307 പ്രകാരമുള്ള അധികാരം ആർക്ക് ഉപയോഗിക്കാം? ഹൈക്കോടതിക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? Okay. Yes. When the judges composing to the court of revision are equally divided in opinion, the case shall be disposed of in the manner provided by section 392. 392 പറയുന്ന പ്രകാരമാണ് റിവിഷൻ ജൂറിസ്ഡിക്ഷൻ രണ്ടു പേർക്കും ഉണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടത്? തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ റിവിഷൻ ജൂറിസ്ഡിക്ഷൻ എൻ്റർടൈൻ ചെയ്യുമ്പോൾ ജില്ലാ കോടതി റിവിഷൻ ജൂറിസ്ഡിക്ഷൻ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെഷൻ ജഡ്ജി എൻ്റർടൈൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഹൈക്കോടതിക്ക് വേണേ കോൾ ഫോർ ചെയ്തുകൊണ്ട് ഇവിടെ കേൾക്കാം. മനസ്സിലായോ? ശരി. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, കാരണം ഇവിടെ ഭയങ്കര വർക്ക് ലോഡല്ലേ. യെസ്. അടുത്തേ 2. No order under this section shall be made to the
prejudice the ആ prejudice of the accused or other person unless he has had an opportunity of being heard, either personally or by pleader in his own defense. കഴിഞ്ഞോ? Okay. ഹലോ. Sir, ആ എഴുതുന്നില്ലേ? നോ ഓർഡർ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി മെയ്ഡ് ടു പ്രജുഡൈസ് ഓഫ് ദി അക്യൂസ്ഡ്. പ്രജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മുൻവിധിയോടുകൂടി ഒരു ഓർഡർ പാസ്സാക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഓർ അതർ പേഴ്സൺ അൺലെസ് ഹി ഹാസ് ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. ആർക്ക് കൊടുക്കണം ഒരു അവസരം? അക്യൂസ്ഡിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കണം. എയ്തർ പേഴ്സണലി ഓർ ബൈ പ്ലീഡർ ഓഫ് ഹിസ് ഓൺ ഡിഫൻസ്. ഒന്നുകിൽ അഡ്വക്കറ്റ് വഴി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വക്കീലിനെ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ അയാളെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് കേൾക്കാനുള്ള അവസരം ആര് കൊടുക്കണം? ഹൈക്കോടതി ആണെങ്കിലും സെഷൻ ജഡ്ജി ആണെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? Yes. 3. Nothing in this section shall be deemed to authorize a high court to convert a finding of acquittal into one of conviction. അവിടെ എന്താ പറഞ്ഞേ? അക്വിറ്റലിനെ കൺവിക്ഷൻ ആക്കി കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ അത്? അതെ. യെസ്. അടുത്തത്. 4. Where under this court an appeal lies and no appeal is brought, no proceedings by way of revision shall be entertained. In this instance of the party who could have appealed. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? Where under this code an appeal lies and no appeal is brought, no proceedings by way of revision shall be entertained at the instance of the party who could have appealed. അപ്പോൾ അപ്പീൽ അവകാശമുണ്ട് എങ്കിൽ എന്ത് ചെയ്യരുത്? റിവിഷൻ അവകാശം അനുവദിക്കരുത്. കാരണം റിവിഷൻ ക്ലോസ് ചെയ്താൽ പിന്നെ അപ്പീൽ പോകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പീൽ അധികാരം അവസാനിച്ചാൽ മാത്രമേ റിവിഷൻ നടത്താൻ പാടുള്ളൂ എന്ന്. ഓക്കെ. വ്യത്യസ്തമുണ്ട്. അപ്പീൽ കൊടുക്കുന്ന റിവിഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻ വ്യത്യാസമുണ്ടോ? സിറ്റുവേഷൻ വ്യത്യാസമുണ്ടോ ഈ അപ്പീൽ കൊടുക്കുന്ന റിവിഷൻ കൊടുക്കുന്നത്? അത് ചില കോടതി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സമയത്തിനൊന്നും ആരും അപ്പീൽ കൊടുക്കുകയല്ലേ. ടൈം പാടായി കഴിഞ്ഞ് സമയം കഴിയുമ്പോഴത്തേന് പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റാതെ വരും. ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് റിവിഷൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം റിവിഷൻ എത്ര വേണമെങ്കിൽ കൊടുക്കാം. ടൈമില്ല. Okay. 5. Where under this code an appeal lies, but an application for revision has been made to the High Court by any person, and the High Court is satisfied that such application was made under the erroneous belief that no appeal lies thereto, and that it is necessary to the interest of the justice so to do, the High Court may treat the application for revision as the petition of appeal and deal with the same accordingly. Yes, നോക്കൂ. Where under this code an appeal lies but an application revision has been made to High Court. ഒരു അപ്പീൽ കിടക്കുന്ന സമയത്ത് റിവിഷൻ വന്നാൽ എന്ത് ചെയ്യും? By any person the High Court is satisfied that such application was made under the erroneous belief that no appeal lies. അപ്പീൽ ഇല്ല എന്ന് കരുതിയിട്ടാണ് റിവിഷൻ വന്നതെങ്കിൽ thereupon and it is necessary to the interest of justice to do, High Court may treat the application for revision as a petition of appeal and deal it the same accordingly. ആ റിവിഷനെ അപ്പീലായി പരിഗണിച്ചുകൊണ്ട് കോടതിക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. മനസ്സിലായോ? ഒരു അപ്പീൽ നിലനിൽക്കുന്ന സമയത്ത് ഒരു റിവിഷനുമായി ഒരാൾ ഹൈക്കോടതിയിൽ വന്നാൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് അല്ലെങ്കിൽ കൊണ്ട് സംഭവിച്ചതാണ്, എറോണിയസ് ബിലീഫ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് കരുതിക്കൊണ്ട്
ആ റിവിഷൻ എന്ന് പറയുന്ന ഓർഡറിനെ അപ്പീലായി പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. മനസ്സിലായി അല്ലേ? മനസ്സിലായോ? ഓക്കെ. 402. Power of High Court to withdraw or transfer revision cases. 1. Whenever one or more persons convicted at the same trial makes or make application to a High Court for revision, and any other person convicted at the same trial makes the application to the Sessions Judge or revision, the High Court shall decide, having regard to the general convenience of the parties and the importance of the questions involved, which of the two courts should finally dispose of the applications for revision. And when the High Court decides that all the applications for the revision should be disposed of by itself, the High Court shall direct that applications for revision pending before the Sessions be transferred to itself. And where the High Court decides that it is not necessary for it to dispose of the application for revision, it shall direct that the application for revision made to it be transferred to the Sessions Judge. Yes, അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ? പവർ ഓഫ് ദ ഹൈക്കോർട്ട് ടു വിഡ്രോ ഓർ ട്രാൻസ്ഫർ റിവിഷൻ കേസ്. ഹൈക്കോടതിക്ക് റിവിഷൻ കേസ് വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, അധികാരമുണ്ട് അല്ലേ? നോക്കൂ, whenever one or more person convicted at the same trial make an application to High Court or revision, and any other person convicted at the same trial makes an application to Session Judge for revision. Whenever എപ്പോഴാണോ one or more person convicted, ഒന്നിലധികം പേഴ്സണോ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, at the same trial, അതേ ട്രയലിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, okay, whenever one or more person convicted at the same trial makes or make application to High Court for revision, and any other person convicted at the same trial makes an application to Session Judge for revision. എന്ത് മനസ്സിലായി? ഒന്നോ അതിലധികം ആൾക്കാർ ഒരുമിച്ച് സെഷൻ ജഡ്ജ് ഹൈക്കോടതിയിലെ റിവിഷൻ കൊടുക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ വേറെ മറ്റൊരാൾ ആ ട്രയലിലെ വേറൊരാൾ കൊടുക്കുകയാണ്, സെഷൻ ജഡ്ജാണ് റിവിഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് സെഷൻസ് കോടതിയിൽ റിവിഷനെ സമീപിക്കാമെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുക്കാം. The High Court shall decide, ഹൈക്കോടതി തീരുമാനിക്കണം എന്തുവാ, ഹാവിംഗ് റിഗാർഡ് ദ ജനറൽ convenience of the parties and the importance of question involved, which of the two courts should finally dispose the application of revision. When the High Court decides that all the application of revision shall be disposed by itself. ബഹുഭൂരിപക്ഷവും ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒരേ മാറ്റർ ഒരേ സമയം വരികയാണെങ്കിലേ ജില്ലാ ജഡ്ജി ഈ കേസും കൂടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഹൈക്കോടതി ജഡ്ജി ഈ കേസും കൂടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തും കൂടും. മനസ്സിലായോ? And the High Court shall direct the applications to revision pending before the Session Judge be transferred to itself, whether the High Court decides or is necessary to dispose the application revision, he shall direct that application to revision made the transferred to the Session Judge. ഇപ്പോൾ അങ്ങനെ പല ആൾക്കാർ വന്നു റിവിഷൻ കൊടുക്കുന്നു, അപ്പീൽ കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ ഇതെല്ലാം കൂടെ എന്തു ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ട് കൊടുക്കും, ജില്ലാ ജഡ്ജിക്ക് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ?
ഓക്കെ, അടുത്ത വായിച്ചേ. മനസ്സിലായോ? To okay, okay. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വായിച്ച് പറയാം. Hello. ശരി, ആയിക്കോട്ടെ. 2. ഉം. Whenever any application for revision is transferred to the High Court, ഉം. that court shall deal with the same as if it were an application duly made before itself. Yes. Whenever any application for revision is transferred to the High Court, the court shall deal with the same as if were the application duly made before itself. എപ്പോഴാണോ ഇനി ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലേക്ക് ഒരു റിവിഷൻ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദാർ കോർട്ട് ഷാൽ ഡീൽ വിത്ത് ദ സെയിം. പിന്നെ എങ്ങോട്ട് അയക്കാൻ പാടില്ല? ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് അയക്കാൻ പാടില്ല. ദാറ്റ് കോർട്ട് ഷാൽ നിർബന്ധമായും ഡീൽ വിത്ത് ദ സെയിം ആസ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഡ്യൂലി ബിഫോർ ഇറ്റ്സെൽഫ്. ഹൈക്കോടതിയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കോടതി ആ കേസ് കേൾക്കണം. മനസ്സിലായോ? അടുത്ത 3. Whenever any application for revision is transferred to the sections judge, the judge shall deal with the same as if it were application duly made before. നമ്മളെന്താ പറഞ്ഞേ? Yes. When an application for revision is transferred by the High Court to Session Judge. നമ്മൾ മുമ്പേ പറഞ്ഞത് സെഷൻ ജഡ്ജിൽ നിന്ന് ഹൈക്കോടതിയിൽ പോയി, ഇപ്പോൾ പറയുന്നു തിരിച്ചു വരുന്നു അല്ലേ? ഹൈക്കോടതിയിൽ നിന്ന് സെഷൻ ജഡ്ജിലേക്ക് വരുന്നത്. നോ ഫർദർ ആപ്ലിക്കേഷൻ റിവിഷൻ ഷാൽ ബി ലൈ ടു ദ ഹൈക്കോർട്ട് ഓർ ടു എനി അതർ കോർട്ട് ഇൻ ദ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സൺ. അപ്പോൾ ഹൈക്കോടതി സെഷൻ ജഡ്ജിയിലേക്ക് ഈ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനും ഈ സെഷൻ ജഡ്ജി തന്നെ കേൾക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അടുത്ത 403. 403 അല്ലേ? അല്ല, 4 ഉണ്ട്. സബ്സെക്ഷൻ 4. സബ്സെക്ഷൻ 4 ഉണ്ട്. യെസ്. Where an application or revision is transferred by High Court to the Session Judge, no further application or revision shall the court at the instance of the person or persons whose application or revision. അതെന്താ പറഞ്ഞേക്കുന്നേ? ഹൈക്കോടതി സെഷൻസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെഷൻസ് തന്നെ അത് കേട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഹൈക്കോടതിയിൽ നിന്ന് സെഷൻ ജഡ്ജിയിലേക്ക് വിട്ടാൽ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെഷൻസ് കോടതി തീരുമാനിക്കും. ഓക്കെ. അല്ല, ഹൈക്കോടതി റിവിഷൻ ട്രാൻസ്ഫർ ചെയ്യും. സെഷൻസിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ചിലത് സെഷൻസിലും ചിലത് ഹൈക്കോടതിയിലും ആണെങ്കിൽ ഹൈക്കോടതി അത് സെഷൻ ജഡ്ജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കേട്ടോ? അങ്ങനെ സംഭവിക്കലുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ആ സെഷൻ ജഡ്ജി തന്നെ കേൾക്കണം, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. 403. Option of court to hear parties. Save as otherwise expressly provided by this court. No party has any right to be heard, either personally or by pleader, before any court exercising its powers of revision. But the court may, if it thinks fit, when exercising such powers, hear any party either personally or by pleader. ഇവിടെ എന്താ പറഞ്ഞേ? Seva Dasra is sexually provided by the court. No party has any right to be heard either personally or by pleader before any court exercising its powers of revision. മുകളിൽ പറഞ്ഞതല്ലാതെ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു വക്കീലിനെയും എന്ത് ചെയ്യേണ്ടതില്ല? പേഴ്സണലായി റിവിഷൻ പവർ എക്സസൈസ് ചെയ്യുമ്പോൾ കേൾക്കേണ്ടതില്ല. ബട്ട് ദ കോർട്ട് മേ ആസ് തിങ്ക് ഫിറ്റ് വെൻ എക്സസൈസിങ് സച്ച് പവേഴ്സ് ഹേഡ് എനി പാർട്ടി ഏതർ പേഴ്സണലി ഓർ പ്ലീഡർ. കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പാർട്ടിയെയോ അഡ്വക്കറ്റിനെയോ കേൾക്കാം. എല്ലാ
റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുമ്പോഴും പാർട്ടിക്ക് നോട്ടീസ് പോവുകയും പാർട്ടി അഡ്വക്കേറ്റ് വഴി കോടതി ഹാജരാവുകയും ചെയ്യും. എന്നിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ. മനസ്സിലായോ? Okay, okay. 404. Statement Yes. by Metropolitan Magistrate. Ground of his decision to be when the court of any trial held by a Metropolitan Magistrate is called for by the High Court or Court of Session under Section 397, the magistrate may submit with the record a statement setting forth the grounds of his decision or order and any facts which he thinks material to the issue, and the court shall consider such statement before overruling or setting aside the said decision or order. Yes. അടുത്ത പറഞ്ഞേക്കുന്നേ, the statement by Metropolitan Magistrate on the ground of his decision to be considered by the High Court. When the record of any trial held by the Metropolitan Magistrate is called for by the High Court or the Session Judge under Section 397. 397 പ്രകാരം ഹൈക്കോടതിയോ അല്ലെങ്കിൽ സെഷൻ ജഡ്ജിയോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ ഒരു ഓർഡർ കോൾ ഫോർ ചെയ്യുകയാണ് എങ്കിൽ, അതിൻ്റെ ട്രയലിൻ്റെ ഡോക്യുമെൻ്റ് കോൾ ഫോർ ചെയ്യുകയാണെങ്കിൽ, ദ മജിസ്ട്രേറ്റ് മേ സബ്മിറ്റ് ദ റെക്കോർഡ് എ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റിംഗ് ഫോർത്ത് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിസിഷൻ. ഈ ഡിസിഷൻ്റെ എല്ലാ ഗ്രൗണ്ടുകളും എവിടെ സബ്മിറ്റ് ചെയ്യണം? സെഷൻ ജഡ്ജിയുടെ മുമ്പിലോ ഹൈക്കോടതി മുമ്പിലോ സബ്മിറ്റ് ചെയ്യണം. ഓർഡർ അല്ലെങ്കിൽ ഓർഡർ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് എനി ഫാക്ട്സ് സബ്മിറ്റ് ചെയ്യണം. വിച്ച് ഹി തിങ്ക് ഫിറ്റ് മെറ്റീരിയൽ ടു ഇഷ്യൂ, അതിപ്പോൾ അതിൻ്റെ പ്രധാന ഇഷ്യൂ ആണ് എന്ന് കരുതുന്ന ഫാക്ട്സ് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് കോർട്ട് ഷാൽ കൺസിഡർ സച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ആ കോടതി ആ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യണം ബിഫോർ ഓവർ റൂളിംഗ് ഓർ സെറ്റിംഗ് സൈഡ് ദ ഡിസിഷൻ. റിവിഷൻ പ്രകാരം ഓവർ റൂൾ ചെയ്യുകയോ സെറ്റ് അസൈഡ് ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെ പരിഗണിക്കണം? റെക്കോർഡ് പരിഗണിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പരിഗണിക്കണം, ഇഷ്യൂ പരിഗണിക്കണം, ഡിസിഷൻ പരിഗണിക്കണം. മനസ്സിലായോ? Okay, okay. Okay. മനസ്സിലായോ? Okay. 405. 405. High Court order to be certified to lower court. When a case is revised under this chapter with the High Court or Session Judge, it or he shall, in the manner provided by Section 388, certify its decision or order to the court by which the finding, sentence or order revised was recorded or passed, and the court to which the decision or order is so certified shall thereupon make such orders as were conformable to the decision so certified, and if necessary, the record shall be amended in accordance therewith. Yes. When a case is revised under this chapter, ഏതെങ്കിലും കേസിനെ റിവിഷനിന് വിധേയമാക്കിയാൽ, the High Court or the Session Judge owe it or he shall, in the manner provided by Section 388, 388 പറഞ്ഞതുപോലെ സർട്ടിഫൈ ഇറ്റ്സ് ഡിസിഷൻ. ആൻഡ് ഡിസിഷൻ എന്ത് ചെയ്യണം? സർട്ടിഫൈഡ് കോപ്പി വേണം. ഓർഡർ ടു ദ കോർട്ട് വിച്ച് ഫൈൻഡിങ് the sentence or order revised as record as passed, and the court to which the decision or order is so certified shall thereupon make such orders as conformable to the decision so certified, and if necessary, the record shall be amended in accordance therewith. ആ റെക്കോർഡ് എന്തെയും ഇവിടെ പറഞ്ഞിത്രയേ ഉള്ളൂ. ഒരു റിവിഷൻ ജൂറിസ്ഡിക്ഷന് വേണ്ടി ഒരു കോടതിയിലെടുത്ത് ചെയ്യുമ്പോൾ അത് ഹൈക്കോടതിയാണെങ്കിലും സെഷൻസ് കോടതിയാണെങ്കിലും സർട്ടിഫൈഡ് കോപ്പി വരുത്തണം. ആ സർട്ടിഫൈഡ് കോപ്പി വന്നതിന് ശേഷം, ആ സർട്ടിഫൈഡ് കോപ്പി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ റിവിഷൻ ജൂറിസ്ഡിക്ഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പീലാണെങ്കിലും റിവിഷൻ ആണെങ്കിലും നമ്മളൊരു കോപ്പി ഫയൽ ചെയ്യുമ്പോൾ സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കി കൊള്ളാം.
ഒരു അണ്ടർടേക്കിങ്ങോട് കൂടിയാണ് ലോവർ കോടതി ജഡ്ജിമെന്റ് നമ്മൾ ഹാജരാക്കുന്നത്. പിടി കിട്ടിയോ? ഓക്കെ 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 ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ 31 വരെ ഇനി ട്രാൻസ്ഫർ ഓഫ് ക്രിമിനൽ കേസസ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക് ആണ്, നോക്കി വെക്കണം കേട്ടോ. എക്സിക്യൂഷൻ സസ്പെൻഷൻ അതാ. യെസ്, നാളെ എക്സിക്യൂഷൻ എടുക്കാം. നാളെ ഈ സമയത്ത് കുഴപ്പമില്ല സാർ. നാളെ 7 മണിക്ക് എടുക്കാൻ പോരെ? ഓ ശരി ശരി ഓക്കെ. നാളെ കോടതി പോകുന്നുണ്ടോ? അല്ല, ഞാൻ നാട്ടിലാണ്, എനിക്ക് ഡ്യൂട്ടി ഇല്ല. ശരി ശരി, ആയിക്കോട്ടെ. അതാണ്